നമ്മൾ ഇന്ന് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്, അതായത് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. ഇന്ന് കുട്ടികൾക്ക് ക്ലാസ്സിലാത്ത ദിവസമാണ്. അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ബിരിയാണി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ മല്ലിയില, തക്കാളി ഇല്ല, പൈനാപ്പിൾ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇൻസ്റ്റാമാർട്ടിലേക്ക് ഓർഡർ ചെയ്തു. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ. നല്ല ഫ്രഷ് മല്ലിയില, നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവും. അത്രയും നമുക്കിങ്ങനെ അത്ര ഫ്രഷായിട്ടിരിക്കുക. അതുപോലെ തന്നെ നല്ല തളിരില, ഒരു മണ്ണോ പൊടിയോ ഒന്നും ഇല്ലാത്ത നല്ല മല്ലിയിലയായിരുന്നു. 18 രൂപയായിട്ടുള്ളൂ അത്ര അധികം മല്ലിയിലയ്ക്ക്. പിന്നെ എനിക്ക് ഇനി ഇത് ഒരു 2 ആഴ്ചത്തേക്ക് ഇരിക്കും. ഈ ആഴ്ച അപ്പോൾ അത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിലാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയ്ക്കും ഇനി വേറെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വാങ്ങിക്കുമ്പം ഒരുമിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ചുവന്നുള്ളി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചപ്പാത്തിയിൽ ഇന്നലെ യൂസ് ചെയ്തത് ഗാർലിക്കിൻ്റെ ബട്ടറായിരുന്നു. അതാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഒരു ദിവസം കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വാങ്ങിച്ചതാണ് ആ ബട്ടർ. പിന്നെ വാങ്ങിച്ചത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ എന്ന് വെച്ചാൽ ഞാനത് ചിക്കനിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് 1 കിലോൻ്റെ ടൊമാറ്റോ ആയിരുന്നു. പിന്നെ വാങ്ങിച്ചതുണ്ടോ, നല്ല ഫ്രഷ് ടൊമാറ്റോ ആണ്. ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ പഴുത്തതോ അല്ലെങ്കിൽ എന്നാൽ വല്ലാണ്ട് പച്ചയൊന്നുമല്ല. ഇഞ്ചിയൊക്കെ നല്ല ഫ്രഷായിരിക്കും. കുറേ മണ്ണും പൊടിയും ഒന്നും ഉണ്ടാവില്ല. നല്ല സ്മെല്ലാണ് ഇവരുടെ ഇഞ്ചി. നല്ല മൂത്തിട്ടുള്ളതായതുകൊണ്ടേ എനിക്ക് ചായയിലൊക്കെ ഇഞ്ചി ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കട്ടൻ ചായയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. സവാള വാങ്ങിച്ചു. പിന്നെ ഇഞ്ചി 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1/2 കിലോൻ്റെയാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് ഓറഞ്ച് വാങ്ങിച്ചതാണ് കേട്ടോ. ബേബി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ചെറിയ പീസ് അവൻ്റെ മറ്റേ ഇതിൽ വെച്ച് അവനൊരു ഇത് വാങ്ങിച്ചല്ലോ, ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു നിപ്പിൾ പോലത്തെ ഒരു സാധനം വാങ്ങിച്ചു. എൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. ലവ്ലാപ്പിൻ്റെ ആണത്, പക്ഷേ പേരറിയില്ല. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വാങ്ങിച്ചതാണ്. അങ്ങനെ ഓറഞ്ച് വാങ്ങിച്ചു. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങിച്ചു. അതും ഇത്ര തന്നെ വാങ്ങിച്ചുള്ളൂ, 1/2 കിലോനെ വാങ്ങിച്ചുള്ളൂ. ഞങ്ങൾക്കത് മതി. ഓരോ കുഞ്ഞ് പീസാണ് എടുക്കുള്ളൂ. പക്ഷേ അത് ആവശ്യത്തിന്, നമ്മുടെ കറക്റ്റ് ഒരു ആവശ്യത്തിന് നടക്കാൻ വേണ്ടി. ഇത് പീനട്ടാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു 4 മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്ത് കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പീനട്ട് വാങ്ങിച്ചു. ഇത് സെസം സീഡ്, വൈറ്റ് എള്ള്. അതേ ഈ ബ്രെഡ് അങ്ങനെ ഓരോ ഇതുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഇനി മറക്കാതിരിക്കാൻ വേണ്ടി കയ്യോടെ ഓർത്തപ്പോൾ അതിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മ. പിന്നെ ക്യാരറ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്യാരറ്റിനേക്കാളും അത്ര പെർഫെക്റ്റാണ് ഈ ഒരു സാധനം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ 80 രൂപ 1 കിലോ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം വീട്ടിലെത്തി ഒരു അരമണിക്കൂർ എടുക്കാൻ ലേറ്റായി അപ്പോഴത്തേക്കും അത് നമുക്ക് കുത്തുകൾ കാണും. ആ കുത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചീഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അപ്പം തന്നെ തീർക്കാനല്ല 1 കിലോ വാങ്ങിക്കണത്. പക്ഷേ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രശ്നമേ ഉണ്ടാവില്ല. ഇത് മുട്ടയാണ്. മുട്ട വാങ്ങിച്ചു. ഒരു 12 മുട്ട വെച്ചാണ് വാങ്ങിക്കുള്ളൂ. മുട്ട വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത് എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. ഡ്രാഗൺ ഫ്രൂട്ട്, അത് ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സുകൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങണേ. 1 kg ഒന്നും വാങ്ങില്ല, ഓരോന്നും വാങ്ങിക്കുള്ളൂ. ഒരു 250ൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം വരുന്നത്. ഇതിപ്പോൾ 250ൻ്റെ ആയിരുന്നു. ആ ഒരെണ്ണം വാങ്ങിച്ചു. അത് കട്ട് ചെയ്ത് ഞാൻ ക്ലീൻ റാപ്പ് അടിച്ചെടുത്ത് വയ്ക്കും. ഇവർക്ക് കൊടുക്കാൻ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ല. അവന് ആദ്യം വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ അത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തു. അത് കൊടുത്തപ്പോൾ ഇവനും കഴിച്ചു. കുഴപ്പമില്ലാണ്ട് നമ്മുടെ സെയിൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഡെയിലി ഉൾപ്പെടുത്തണമല്ലോ, അവരുടെ വളർച്ചയുടെ തുടക്കപ്രായമല്ലേ. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു എൻ്റെ അടുത്ത്, എന്താ അമ്മ സെയിന് മാത്രമാണോ ശ്രദ്ധിക്കുന്നത്? അല്ല, സെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കണം. പക്ഷേ ബാക്കി മോനെ അത് കഴിക്കില്ലല്ലോ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും അവരുടേതായ ഭക്ഷണങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനൊന്നും കഴിക്കാണ്ട് നോക്കിയിരിക്കല്ല. അപ്പോൾ ആ നേരത്തേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ.